ആജ്ഞാനുവർത്തികളായിട്ട് തീരുമാനിച്ച സമരത്തിൽ നിന്ന് പിന്നോട്ട് പോയ ഒരു ചരിത്രവും ഇല്ല എന്നുകൂടി പറയാൻ ഈ അവസരത്തെ ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. ആരാന്റെ അമ്മ പ്രസവിച്ച മക്കളെ ക്രിമിനലുകളാക്കി അവരെ ജയിലഴികൾക്കകത്തടച്ച് ഈ പ്രസ്ഥാനത്തിന്റെ നെടുനായകത്വം വഹിക്കുന്നവർ മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങളുടെ സംഘടന ഞങ്ങൾക്ക് പകർന്നു തന്നതുകൊണ്ടാണ് കേരളത്തിന്റെ ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളം വിട്ട് അങ്ങ് ഡൽഹിയിൽ ചെല്ലുമ്പോ അവിടെ ഇങ്ങനെ. എനിക്ക് അങ്ങനെ ഒരു പ്രസംഗം പഠിക്കാനായിട്ട് ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ 13 വയസ്സിൽ ബാലഗോകുലത്തിൽ എന്നെ കൈപിടിച്ച് RSSന്റെ അന്നത്തെ ഏറ്റവും വലിയ അധികാരി ഗോപാലകൃഷ്ണേട്ടൻ ഒരു ബാലഗോകുലം ക്ലാസ് കാണാൻ വേണ്ടി വന്ന സമയത്ത് അവിടെ ഞാനിരുന്ന് നാവുരുളല്ലേ കിളിരുരുളി വാലുരുളി വാലുരുളിയിലൊരു ചോറുരുള്ള അലറലോട് അലറലാണ് ആലയിൽ കാലികൾ ചരലുരുളുമ്പോൾ ഉരുളുരുളില്ല ഇങ്ങനെയുള്ള നാവുരുളിലൊക്കെ ചൊല്ലി ഇങ്ങനെ ഇരിക്കുന്നു. പിന്നെ കുട്ടിക്കവിതകൾ ചൊല്ലുന്നു, ഏറ്റവും കൂടുതൽ കടങ്കഥ പറയുന്നു. അപ്പോൾ ഇതൊക്കെ കണ്ടു വന്ന ആ സംഘത്തിൻ്റെ ആൾക്ക് എന്നോട് ഒരു ഇഷ്ടം തോന്നുകയും ഈ കുട്ടി ആരാന്ന് അന്വേഷിക്കുകയും ചെയ്തിട്ട് എന്നെ കാണാൻ വേണ്ടിയിട്ട് ബാലഗോകുലം ക്ലാസ് കഴിഞ്ഞപ്പോൾ എൻ്റെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ വീട്ടിൽ വന്ന സമയത്താണ് നമുക്കൊരു കസേര പോലെ ഇരിക്കാൻ കൊടുക്കാനില്ല, ഒരു പത്തായപ്പെട്ടിയത്. അപ്പോൾ ആ പത്തായത്തിന് മുകളിൽ ചാടി കയറി ആൾ ഇരുന്നിട്ട് എന്നോട് സംസ്കൃതം എന്നോട് പറഞ്ഞു ലളിതാ സഹസ്രനാമം ചൊല്ലി പഠിക്കണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് 4 വരി പറഞ്ഞു തരികയാണ്. അപ്പോൾ അതിലിങ്ങനെ പറയുമ്പോൾ ഞാൻ അന്ന് എനിക്ക് കഷ്ടപ്പെട്ട് പറയണം, കാരണം ഞാൻ പഠിക്കുകയല്ലേ. പിന്നീട് പഠിച്ചു കഴിഞ്ഞപ്പോൾ ഓം സിന്ദൂരാരുണ വിഗ്രഹാം പ്രണയനാം മാണിക്യമൗലി സ്ഫുരത്താരാനായക ശേഖരാം സ്മിതമുഖി മാബീനവക്ഷോരുവാം പാണിഭ്യാമളിപൂർണ്ണ രത്ന ചഷകം രക്തോൽപലം ബിഭ്രതീം അങ്ങനെ തുടങ്ങുന്ന ഈ ടഫായിട്ടുള്ള കാര്യം പറയാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. അത് നമ്മൾ കുറേ നാൾ പറഞ്ഞ് നമ്മൾ പഠിക്കുന്നു. പിന്നീട് ഈ സംസ്കൃതം പഠിച്ചിട്ടില്ലെങ്കിലും സംസ്കൃത ശ്ലോകങ്ങൾ പഠിക്കാനുള്ള ഒരു താല്പര്യം ഉണ്ടാവുന്നു. അങ്ങനെ കുറേ കാര്യങ്ങൾ അറിയുന്നു. അപ്പോൾ അങ്ങനെ വന്നിരിക്കുന്ന സമയത്താണ് 1991. അപ്പോൾ എനിക്ക് 17 വയസ്സ്. ആ സമയത്ത് ഞാൻ വ്യാസ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എലക്ഷൻ വരുന്നത് ഒരു യോഗ അധ്യാപികയായിട്ടുള്ള ജ്ഞാനാംബിക മേനോൻ എന്ന് പറയുന്ന ഒരു ചേച്ചി ഇലക്ഷന് നിൽക്കുകയാണ്. അപ്പോൾ ആ ഇലക്ഷന് നിൽക്കുന്ന സമയത്ത് അപ്പോൾ ഞാൻ കോളേജിലെ ABVPയിൽ അവിടെ മത്സരിക്കാൻ ഞാനില്ല, പക്ഷെ മത്സരിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് പ്രസംഗിക്കുക. അപ്പോൾ എന്നോട് പറഞ്ഞു ഒരു ചെറിയൊരു പ്രസംഗം തയ്യാറാക്കണം. അപ്പോൾ ഞാൻ എന്താ പറയേണ്ടത് എന്ന് ഞാൻ ചോദിച്ച സമയത്ത് എൻ്റെ സീനിയറായിട്ടുള്ള മിസ്റ്റർ സുരേഷ്, അപ്പോൾ ഇന്ന് സുരേഷ് ക്യാബിനറ്റ് മിനിസ്റ്ററുടെ കൂടെ വലിയൊരു പൊസിഷനിൽ ജോലി ചെയ്യാൻ സ്വന്തമായിട്ട് പഠിച്ച് പരീക്ഷ എഴുതി അതേ അന്നേ നല്ല റാങ്കൊക്കെ വാങ്ങി മിടുക്കനായിട്ടുള്ള ഒരാളായിരുന്നു. കോളേജിൽ മാത്സാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പം എന്നോട് ചോദിച്ചു ധൈര്യം ഉണ്ടോ ചോദിച്ചു. അപ്പോൾ ധൈര്യത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് കുറവില്ല. ഇപ്പോൾ പോസ്റ്റ് ഗ്രാജുവേഷൻ സ്റ്റുഡൻസ് ഇരിക്കുന്ന സ്ഥലത്തൊക്കെ അന്ന് ഈ SFIക്കാരൊക്കെ കൊടികുത്തി വാഴുന്ന കാലത്ത് ഞാനവിടെ ചെല്ലുന്നു, എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നു, എന്നെ അവർ തടയാൻ ശ്രമിക്കുന്നു. എന്നെ തടയുന്ന സമയത്ത് തടഞ്ഞു കഴിഞ്ഞാൽ കളി മാറും എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് ഞാൻ മാറുന്നു. പിന്നീട് പ്രസംഗം 5 പേര് നിൽക്കുകയാണെങ്കിലും ഞാൻ പ്രസംഗിക്കും. പ്രസംഗം എന്താണ്? പ്രസംഗം ഞാൻ പഠിച്ചതല്ല, അവിടെ ചെല്ലുന്നു, നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുന്നു. അത് പറയുന്നത് അവർക്ക് ഇഷ്ടമായി. അപ്പോൾ കോളേജിൽ നമ്മൾ എന്തായി, ഒരു ഹീറോയിൻ പോലെയായി. ശോഭ പ്രസംഗിക്കട്ടെ. മാർക്സിസ്റ്റ് പാർട്ടിയുടെ പുറത്തുനിന്ന് വരുന്ന ആളുകൾ പോലും അവിടുത്തെ SFIക്കാരോട് പറയും ശോഭേനെ എങ്ങനെയെങ്കിലും ഒന്ന് ഒതുക്കണം. പഴയ ആളുകളൊക്കെ ഇപ്പോഴും പറയും അന്നത്തെ ആ ഒരു തൻ്റെടം ഉള്ള അന്നേ വിചാരിച്ചിട്ടുണ്ട് ശോഭ വലിയൊരു രാഷ്ട്രീയക്കാരിയായി മാറും എന്നുള്ളത് അവർ പറയാറുണ്ട്. അങ്ങനെ എനിക്ക് പ്രസംഗം പഠിക്കേണ്ട ഒരു ആവശ്യം വന്നില്ല. പക്ഷേ വലിയൊരു സമ്മേളനം ഉണ്ടായി ഞാൻ വ്യാസയിൽ പ്രീഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് തന്നെ. ആ സമ്മേളനത്തിൽ പ്രസംഗിക്കാനായിട്ട് യുവസംഘമായിരുന്നു അത്. അപ്പോൾ യുവസംഗമത്തിൽ പ്രസംഗിക്കാനായിട്ട് കഴിവുള്ള ഒരു കുട്ടീനെ തപ്പി നടന്ന സമയത്താണ് ഈ ഇടതുപക്ഷക്കാരനായിട്ടുള്ള സാറ് പറഞ്ഞത് ശോഭ എന്ന് പറഞ്ഞിട്ട് ഒരു ശോഭന, അന്ന് എൻ്റെ സർട്ടിഫിക്കറ്റിലെ പേര് ശോഭനയാണ്, പക്ഷേ അത് പിന്നെ ശോഭയായിട്ട് മാറുകയാണ് ചെയ്തത്. അപ്പോൾ ശോഭ നിങ്ങൾ എന്തുകൊണ്ട് ആ യുവസംഗമത്തിൽ പ്രസംഗിച്ചുകൂടാന്ന് പറഞ്ഞിട്ട് സാറ് വിളിച്ച് വടക്കാഞ്ചേരിയിലുള്ള ഒരു BJPയുടെ ഒരാളോട് പറയുന്നു. പിന്നെ ആ BJPയിലെ ചേട്ടൻ നേരെ തൃശ്ശൂരിലുള്ള ആളോട് പറയുന്നു. പിന്നീട് ഞാൻ പ്രസംഗിക്കുന്നു, അഡ്വാൻസ് പ്രസംഗം നടത്തുന്നു വലിയൊരു വേദിയിൽ. ആ പ്രസംഗം കഴിഞ്ഞ സമയത്ത് രാജഗോപാൽജി എൻ്റെ തലയിൽ കൈവച്ച് പറയാണ്, പാവാടയും ബ്ലൗസ് ഇട്ടിട്ടുള്ള ഒരു കുട്ടിയാണ്. അപ്പം സാറ് പറയാണ് ശോഭ വലിയ ആളായി മാറും എന്ന് പറഞ്ഞിട്ട് രാജേട്ടൻ്റെ ആ ഒരു നിറഞ്ഞ ഒരു അനുഗ്രഹം ആ വേദിയിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതെല്ലാവർക്കും അത്ഭുതമായിരുന്നു. അന്നാണ് മാതൃഭൂമി പത്രം എഴുതിയത് പാവാടക്കാരിയുടെ തീപ്പൊരി പ്രസംഗം എന്ന് പറഞ്ഞിട്ട് ഹെഡ്ലൈൻ ഇട്ടിട്ട് ആ വാർത്ത സ്റ്റേറ്റ് പേജിൽ വന്നു. ആ വാർത്ത വന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിൽ പത്രമില്ലല്ലോ, നമുക്ക് പത്രമൊന്നും വാങ്ങാനുള്ള പൈസ ഇല്ല. അപ്പോൾ വാർത്ത വന്നു എന്ന് പറഞ്ഞിട്ട് 2 വീടുകളിൽ ഈ പേപ്പർ അന്വേഷിച്ച് പോയി. അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെ ഇപ്പോൾ എങ്ങനെ ഞങ്ങൾ വരുത്തുന്ന പേപ്പർ ശോഭയ്ക്ക് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുള്ള ആൾക്കാരും അന്നത്തെ കാലത്ത് അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് കുറേ നാൾ കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞില്ലേ ശോഭയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങളിത് സൂക്ഷിക്കാം, ശോഭ എന്തായാലും ആ ചെറിയ വീട്ടിലിത് സൂക്ഷിക്കില്ല, അപ്പം ഞങ്ങൾ സൂക്ഷിക്കാമെന്ന് പറഞ്ഞു. പ്രസംഗം എന്ന് പറഞ്ഞാൽ നോർമലി വന്നതാണ്. കുറേ കാര്യങ്ങൾ പറയുന്ന കാര്യങ്ങൾ ആളുകൾക്ക് ഇഷ്ടാവുന്നു, നന്നാവുന്നു, അപ്പോൾ പിന്നെ പ്രസംഗിക്കാൻ പറയുന്നു. അങ്ങനെ ഞാൻ
ജ്ഞാനാംബിക മേനോന് വേണ്ടിയിട്ട് വടക്കാഞ്ചേരിയിൽ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ എന്നോട് വേറൊരാൾ വന്നിട്ട് പറയണേ കുറച്ച് അനൗൺസ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ പ്രസംഗിക്കുന്ന ആൾ തന്നെ അനൗൺസ്മെൻറ്റ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ അനൗൺസ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റർ എഴുതി തരും. ആ മാറ്ററിൽ നിന്ന് ഞാനൊരു കുഞ്ഞു പ്രസംഗം ഉണ്ടാക്കുന്നു. അങ്ങനെ വടക്കാഞ്ചേരിയിൽ പ്രസംഗിച്ച് നിൽക്കുന്ന സമയത്ത് ലോക്സഭാ സ്ഥാനാർത്ഥി പുഷ്പാകരേട്ടൻ അദ്ദേഹത്തിൻ്റെ കാറ് പാസ് ചെയ്ത് പോവാൻ. അപ്പോൾ പുഷ്പാകരേട്ടൻ വണ്ടി അവിടെ നിർത്തുന്നു. വണ്ടി നിർത്തിയിട്ട് എന്നെ അടുത്ത് വരുന്നു, എന്നെ പരിചയപ്പെടുന്നു. എന്നിട്ട് എന്നോട് പറയുന്നു ഞാൻ മോൾക്ക് നല്ല സഹായം ഭാവിയിൽ ചെയ്യും, അത് കാരണം കൊണ്ട് മോള് ഒന്ന് ചേലക്കര ടൗണിൽ വന്ന് പ്രസംഗിക്കണം. അപ്പോൾ സാധാരണ രീതിയിൽ 17 വയസ്സുള്ള ഒരു കുട്ടിയോട് അങ്ങനെ പറഞ്ഞാൽ പ്രസംഗിക്കാൻ പോകുമോ? അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്ന് വെയിറ്റ് ചെയ്തോളാം, ഞാൻ കാറിൽ കയറി വരാമെന്ന് പറയുന്നു. അന്നും മൊബൈലിൽ വിളിച്ച് ചോദിക്കാനോ അനുവാദം ഒന്നുമില്ല. ABVP എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം അവിടെ സംരക്ഷിക്കും. അവർ മുതിർന്ന ആൾക്കാർ. ഒരു ശശിയേട്ടൻ ഉണ്ടായിരുന്നു വാഴാനിയിൽ, അത് എൻ്റെ വീടിൻ്റെ അടുത്താണ്. അപ്പോൾ ശശിയേട്ടനൊക്കെ എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര വിശ്വാസമാണ്. അപ്പോൾ ശശിയേട്ടൻ, ഗുരുസ്വാമി, ഇവരൊക്കെയാണ് എൻ്റെ ചേട്ടന്മാരുടെ ലിസ്റ്റിൽ. സുരേഷ്, ഇപ്പോഴും ഈ 3 ആളും എനിക്ക് ചേട്ടന്മാരായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ അവിടെ നേരെ ജ്ഞാനാംബിക മേനോൻ ജയിച്ച് ആ പ്രസംഗം കഴിഞ്ഞ് നേരെ പുഷ്പാരൻ്റെ വണ്ടിയിൽ കയറി പോകുന്നു. ചേലക്കര പ്രസംഗിക്കുന്നു. തിരിച്ച് ഞാൻ പറഞ്ഞ എൻ്റെ വീട്ടിലിറക്കണം. അങ്ങനെ ആദ്യമായിട്ടൊരു കാറിൽ മണലിത്തറയിൽ എൻ്റെ കുഞ്ഞു ഗ്രാമത്തിൽ എന്നെ കൊണ്ടുവന്ന ഒരാളെ ഇറക്കുമ്പോൾ അവിടുത്തെ ആളുകളൊക്കെ ഓടിക്കൂടിയാണ് കാറ് കാണാനായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ നമുക്കുണ്ട്. അപ്പോൾ പിന്നീട് അവിടെ നിന്നാണ് പ്രസംഗം തുടങ്ങുന്നത്. കൃഷ്ണകുമാരേട്ടൻ പറയുന്നത് നമ്മുടെ ഇവിടെ ആദ്യമായിട്ട് എന്ന് വെച്ചാൽ എപ്പോഴെങ്കിലും കാണുന്ന വ്യക്തിയല്ല. എല്ലാ ഓരോരോ പ്രശ്നങ്ങൾ വരുമ്പോഴും എല്ലാത്തിലും ഇടപെട്ടിട്ടൊക്കെ നമ്മൾ കാണുന്ന ഒരു വ്യക്തിയാണ്. ജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് എപ്പോഴും മുന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. നല്ല ആളാണ്. അപ്പം അവരും ജയിച്ചു വരണം. എന്ത് കാര്യത്തിൽ പോയാലും വേഗം എന്തെങ്കിലും ചെയ്യാനും വ്യക്തിക്കാരൊക്കെ അയാൾ എടുത്തു ചാടി തരും. ഇവിടെ ഈ നാട്ടുകാരെ എല്ലാ കാര്യത്തിനും പുള്ളി ഇവിടെ വന്ന് എല്ലാത്തിനും എല്ലാ വീടുകളിലും കയറി എല്ലാം മരിച്ചാലും കല്യാണമായാലും എന്തായാലും ഒരു നല്ല ഇതിന് വരും ഇവിടെ. കാര്യങ്ങളൊക്കെ പറഞ്ഞു വേഗം എല്ലാം റെഡിയാക്കി തരും. എല്ലാ കാര്യവും ആള് മുൻപന്തിയിലാണ്. നല്ല അഭിപ്രായമാണ്. മൂപ്പര് സമയത്തും ആരുമായിട്ട് പോയാലും നല്ലൊരു മിങ്കിലും ചെയ്യുന്ന ആളാണ്. മൂപ്പരെ പോലെ ആൾക്കാർ വന്നാലേ നമുക്കൊക്കെ ഇനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നല്ല അടിപൊളി മനുഷ്യനാണ്. നല്ല മനുഷ്യനാണ്. നല്ല സ്നേഹമുള്ളതാണ്. ആ പുള്ളി വരണം, തീർച്ചയായും വന്നിരിക്കും. പാലക്കാട്ടിലെ പൊതുവാ എഡ്യൂക്കേഷൻ സിസ്റ്റം அவ்வளோக்கா நமக்கு சப்போர்ட் கிடைக்கிறது இல்லை. அப்போ கிருஷ்ணகுமார் மாதிரி MP சார் நமக்கு பாலக்காட்டில் கிடைச்சதுன்னா இப்போ இருக்கிற யங்ஸ்டர்ஸுக்கு கண்டிப்பாக ஒரு ஹெல்ப்ஃபுல்லாக இருக்கும். அப்போ கண்டிப்பாக பாலக்காட்டுக்கு MP കൃഷ്ണകുമാർ സാർ കണ്ടിപ്പാ പറഞ്ഞു. ഇതുവരെ എല്ലാം നല്ല അഭിപ്രായം തന്നെ കേട്ടിരിക്കുന്നു. ശ്രീകൃഷ്ണകുമാർ നല്ല കാൻഡിഡേറ്റാണ്, നല്ല ഒരാളാണ്, നല്ല പ്രവർത്തകനാണ്. ജനങ്ങൾക്ക് പൊതുസേവനം കൂടുതലുള്ള ആളാണ്. എപ്പോൾ പോയാലും കാണാം, എപ്പോൾ പോയി സംസാരിക്കാം, സാധാരണക്കാർക്ക് സംസാരിക്കാം. ആർക്ക് വേണമെങ്കിൽ എപ്പോൾ പോയാലും എന്ത് കാര്യം പറഞ്ഞാലും സാധിച്ചു തരും. നമ്മുടെ ഇവിടെ ധോണിയിൽ മറ്റേ PT സാറിന്റെ ഒരു പ്രക്ഷോഭ പരിപാടിയിലൊക്കെ പുള്ളി അത്രയും നിറഞ്ഞു നിന്ന ആളാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ വാരണി പാലും ഇല്ലേ നമ്മുടെ ഇവിടെ, അവിടെയൊക്കെ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഈ പാലത്തിന് അത് പുതിയൊരു പാലം വേണമെന്നും പറഞ്ഞിട്ട്, അതേപോലെ തന്നെ മറ്റേ മലമ്പുഴ ഡാമിന്റെ ബാക്കിൽ ഒരു പാലം ഇപ്പോഴും പണി കഴിയാണ്ട് നിൽക്കുക. അപ്പൊ അതിലൊക്കെ പുള്ളിയുടെ നല്ലൊരു ഇടപെടൽ നമ്മളതിൽ ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. ഒരു MP-യുടെ സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് പ്രവർത്തിക്കാൻ അർഹതയുള്ള ഒരു NDA സ്ഥാനാർത്ഥിയാണ് കൃഷ്ണകുമാർ. പാലക്കാട്ടുകാർ ജയിക്കാൻ കൃഷ്ണകുമാർ MP ആവണം. പാലക്കാട്ടുകാർ ജയിക്കാൻ കൃഷ്ണകുമാർ MP ആകണം. പാലക്കാട്ടുകാർ ജയിക്കർക്ക് കൃഷ്ണകുമാർ MP ആവണം. പാലക്കാട്ടുകാർ ജയിക്കാൻ കൃഷ്ണകുമാർ MP ആവണം. പാലക്കാട്ടുകാർ ജയിക്കാൻ കൃഷ്ണകുമാർ MP ആകണം. പാലക്കാട്ടുകാർ ജയിക്കാൻ കൃഷ്ണകുമാർ MP ആകണം. പാലക്കാട്ടുകാർ ജയിക്കാൻ കൃഷ്ണകുമാർ MP ആകണം. പാലക്കാടുകാർ ജയിക്കാൻ കൃഷ്ണകുമാർ MP ആകണം. കേട്ടോ, പാലക്കാട് നിങ്ങളെ മതിയിട്ടോളി.